വെൽക്കം ടു ജയ്ജൂസ് ഹോം വീഡിയോസ്. ജയ്ജുവിൻ്റെ ഹോം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മത്സ്യം നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. ഓരോ നാട്ടിലും അത് ഓരോ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുന്നത് ഒരു തായ്ലൻഡ് സ്റ്റൈലിലുള്ള ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ആൻഡ് ഗാർലിക്, അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ്. തായ് ഭാഷയിൽ ഇതിന് പറയുന്ന പേര് പ്ലാത്തോട്ട് കത്തിയം എന്നാണ്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ആദ്യം വേണ്ടത് 2 വെളുത്തുള്ളി മുഴുവൻ എടുത്ത് ചതച്ച് എടുക്കണം. അതുപോലെ ഉപ്പ്, കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങളാണ് ആദ്യം വേണ്ടത്. മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ 2 സൈഡിലും നല്ലപോലെ കുറച്ച് ഡീപ്പായിട്ട് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് സ്നാപ്പർ എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. അത് മുഴുവനോടെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏത് മത്സ്യവും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായിട്ട് മത്സ്യത്തിൻ്റെ 2 സൈഡിലും ഉപ്പ് വിതറിയതിന് ശേഷം നമുക്ക് തൊലിയിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം കുരുമുളക് പൊടി ഇതുപോലെ തന്നെ 2 സൈഡിലും തേച്ച് പിടിപ്പിക്കണം. അവസാനമായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഗാർലിക്, അതായത് വെളുത്തുള്ളി, ഈ മീനിൻ്റെ 2 സൈഡിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഉപ്പ്, കുരുമുളക് പൊടി, ചതച്ച വെളുത്തുള്ളി, ഇവ 3ഉം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് നേരം ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ മീൻ ഇവിടെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനു വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്: ഒരു ചെറുനാരങ്ങ മുഴുവൻ പിഴിഞ്ഞെടുത്ത ജ്യൂസ്, 3 ചുവന്ന മുളക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 4 ടേബിൾ സ്പൂൺ ഫിഷ് സോസ്, 2 ടീസ്പൂൺ പഞ്ചസാര. ഇത്ര സാധനങ്ങളാണ് നമുക്ക് സോസിന് വേണ്ടി ആവശ്യമുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഈ പഞ്ചസാര ഈ നാരങ്ങ നീരിൽ നല്ലപോലെ ലയിപ്പിച്ചെടുക്കാം. ഈ പഞ്ചസാര മിക്സ് ചെയ്ത നാരങ്ങ നീരിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്ന മുളക്, ഇത് 2ഉം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ മിശ്രിതം നമ്മൾ 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് അടുത്ത സാധനം ചേർക്കേണ്ടത്. അതിനുശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ ഫിഷ് സോസ് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ മീനിൻ്റെ കൂടെ കഴിക്കാനുള്ള സോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് മീൻ കുക്ക് ചെയ്യാം. ആദ്യമായിട്ട് വേണ്ടത്, ഇതിന് പുറത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി ചതച്ചെല്ലാം നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വടിച്ചെടുക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് ഇതിലുള്ള വെളുത്തുള്ളി കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെളുത്തുള്ളി ആദ്യം ഒന്ന് ഒഴിവാക്കിയെടുക്കുന്നത്. മീൻ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ വെളുത്തുള്ളി 2ാമത് വറുത്തെടുക്കുകയാണ് ചെയ്യുക. ഒരു പാനിൽ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മത്സ്യം മുഴുവനോടെ ഇട്ട് വറുത്തെടുക്കുക. അതിനുശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. തായ്ലൻഡ് സ്റ്റൈൽ മീൻ വറുത്ത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മത്സ്യത്തിന് മുകളിലേക്ക് വറുത്ത വെളുത്തുള്ളി വിതറിയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഈ വറുത്ത മത്സ്യവും ചോറും മുമ്പേ ഉണ്ടാക്കിയ സോസും കൂടെ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. എല്ലാവർക്കും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.